ഹായ് പ്രിയപ്പെട്ടവരെ, ദാനിയേൽ പൂവണ്ണത്തിൽ അച്ഛൻ്റെ ബൈബിൾ പഠന ക്ലാസ്സിൽ പതിവായി പങ്കെടുത്തുകൊണ്ടിരുന്ന ചിലർ ആ ക്ലാസ്സുകൾ ഉപേക്ഷിച്ചു പോകാനിടയായ ഒരു സാഹചര്യത്തെക്കുറിച്ച് വിശദീകരിക്കാനാണ് ഞാൻ ഇവിടെ ശ്രമിക്കുന്നത്. വളരെ തെറ്റായൊരു വ്യാഖ്യാനം, പക്വതയില്ലാതെ വിവേകമില്ലാതെ അച്ഛൻ അവതരിപ്പിച്ചത് വലിയ വിഷമമുണ്ടാക്കിയിട്ടുണ്ട്. ആ ഭാഗം നിങ്ങളൊന്ന് കേൾക്കുക. അച്ഛൻ പറഞ്ഞ തെറ്റെന്താണെന്ന് അതിനുശേഷം വിശദീകരിക്കാം. ഇത് കേൾക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അച്ഛൻ പരാമർശിക്കുന്ന ബൈബിൾ ഭാഗത്ത് പിതാവിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് സ്വന്തം അമ്മയല്ലാത്ത പിതാവിൻ്റെ രണ്ടാം ഭാര്യയോ മൂന്നാം ഭാര്യയോ ആയ ആളെക്കുറിച്ചാണ് പറയുന്നത് എന്ന് വിചാരിക്കേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയാലേ അച്ഛന് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അത് മനസ്സിലാക്കണമെങ്കിൽ പിതാവിൻ്റെ നഗ്നത കാണുക എന്ന ഹെബ്രായ പ്രയോഗത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. പിതാവിൻ്റെ നഗ്നത കാണുക എന്ന് പറഞ്ഞാൽ നേക്കഡായിട്ട് കിടക്കുന്ന അപ്പനെ കാണുക എന്നല്ല ഹീബ്രു ഭാഷയിൽ അല്ലെങ്കിൽ ഹെബ്രായ ബൈബിൾ എഴുതപ്പെട്ട ഭാഷയിൽ, ഹെബ്രായ ഭാഷയിൽ അതിൻ്റെ അർത്ഥം. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം പിതാവിൻ്റെ നഗ്നത കാണുക എന്ന് പറഞ്ഞാൽ പിതാവിൻ്റെ ഭാര്യയ്ക്കൊപ്പം അഥവാ ഹാമിൻ്റെ അമ്മയ്ക്കൊപ്പം അദ്ദേഹം ശയിച്ചു, അദ്ദേഹം ലൈംഗിക പാപം ചെയ്തു എന്നതാണ്. വളരെ ഷോക്കിംഗ് ആയിട്ട് തോന്നാം, എന്നാൽ ഇതാണ് അതിൻ്റെ ഭാഷാപരമായ അർത്ഥം. പിതാവിൻ്റെ നഗ്നത കാണുക എന്നതിൻ്റെ അർത്ഥം പിതാവിൻ്റെ ഭാര്യയ്ക്കൊപ്പം, അതായത് തൻ്റെ അമ്മയ്ക്കൊപ്പം ശയിക്കുക എന്നതാണ്. ഷേമും യാഫത്തും ഒരു തുണിയെടുത്ത്, ഒരു പുതപ്പെടുത്ത് പുറകോട്ട് നടന്ന് നഗ്നത മറച്ചു, അപ്പൻ്റെ നഗ്നത മറച്ചു എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ നഗ്നത മറച്ചു എന്നല്ല, അമ്മയുടെ നഗ്നത മറച്ചു എന്നാണ്. അടക്ക ഒതുക്കം പാലിച്ച് അടുക്കളപ്പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ അമ്മയുടെ നഗ്നത മക്കൾ മറച്ചു എന്ന് പറഞ്ഞാൽ, അങ്ങനെ വ്യാഖ്യാനിച്ചാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? മക്കൾ നഗ്നത മറക്കേണ്ടി വന്ന ആ സാഹചര്യം അമ്മയുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉണ്ടായത്? ഇവിടെ മാത്രമല്ല, പിതാവിൻ്റെ ഭാര്യ എന്ന പരാമർശം 1 കൊരിന്ത്യസ് 5:1 ഉണ്ട്. വിജാതിയർക്കിടയിൽ പോലും ഇല്ലാത്ത അവിഹിത ബന്ധങ്ങൾ നിങ്ങൾക്കിടയിൽ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പിതാവിൻ്റെ ഭാര്യ എന്ന് പരാമർശിക്കുന്ന ഒരു ഭാഗം നാം വായിച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, സ്വന്തം സഹോദരി എന്ന് പറയേണ്ട സ്ഥാനത്ത് അമ്മയുടെ മകൾ എന്ന് പറയുമോ? സ്വന്തം പിതാവിൻ്റെ മകളെന്ന് പറയുമോ? സ്വന്തം പിതാവിൻ്റെ മകളെന്നോ സ്വന്തം അമ്മയുടെ മകളെന്നോ അല്ല, സ്വന്തം സഹോദരി എന്നാണ് ഉപയോഗിക്കുക. എങ്കിൽ സ്വന്തം അമ്മയാണെങ്കിൽ സ്വന്തം അമ്മ എന്ന് പറയാവുന്നിടത്ത് അത് പറയാതെ പിതാവിൻ്റെ ഭാര്യ എന്ന് പറയില്ല. അത് ന്യായമായി മനസ്സിലാക്കാമല്ലോ. പിതാവിൻ്റെ ഭാര്യ എന്ന് പറയുന്നത് അമ്മയെ ഉദ്ദേശിച്ചല്ല എന്ന് വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇവിടെ ഒരൊറ്റ വാക്ക്, ഇവിടെ പിതാവിൻ്റെ നഗ്നത എന്ന ഒറ്റ വാക്ക് മാത്രമല്ല ഉള്ളത്. അതിന് മുൻപ് എത്ര വിശദമായി പരാമർശിച്ചു. വീഞ്ഞു കുടിച്ച് മതോന്മത്തനായി തുണിയില്ലാതെ കിടക്കുന്ന കാര്യവും പുറംതിരിഞ്ഞു വന്ന് പുതപ്പിച്ച കാര്യവുമൊക്കെ എല്ലാം വിശദമായിട്ട് പറഞ്ഞ ശേഷമാണ് ഈ കാര്യം അവതരിപ്പിക്കുന്നത്. അതത്ര വിശദമായിട്ട് പറഞ്ഞ സ്ഥിതിയിൽ പിതാവിൻ്റെ നഗ്നതയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് എന്തിനു വ്യാഖ്യാനിക്കണം? പശ്ചാത്തലം മുഴുവൻ മനസ്സിലാക്കി പോകുന്ന ഒരാളോട് ഇത് പ്രതീകാത്മകമായ മറ്റൊന്നാണ് എന്ന് പറയുന്നത് എങ്ങനെ? തികച്ചും തെറ്റായ വ്യാഖ്യാനം തന്നെയാണിത്. ഇതൊരു ലൈംഗിക ആസക്തിയിൽ നിന്ന് സംഭവിച്ച പാപം എന്നതിനേക്കാൾ അധികമായി ഇതൊരു പവർ അസേർഷനായിരുന്നു. അതായത് നോഹയിൽ നിന്ന് അധികാരം കൈമാറി കിട്ടുന്നത് മൂത്ത മകനായ ഷേമിനാണ്. ഷേമിന് പകരം ഹാം നടത്തുന്ന അധികാര കയ്യേറ്റമാണ് അമ്മയെ ലൈംഗിക പാപത്തിന് ഉപയോഗിച്ച് അമ്മയിൽ നിന്ന് ഒരു മകന് ജന്മം കൊടുത്ത് അങ്ങനെ കുടുംബത്തിൻ്റെ അധികാരം ബലപ്രയോഗത്തിലൂടെയും അക്രമത്തിലൂടെയും പാപത്തിലൂടെയും കൈവശമാക്കാനുള്ള ഹാമിൻ്റെ പരിശ്രമമായിരുന്നു ഈ പാപം. നോഹയുടെയും ഷേമിൻ്റെയും മേലുള്ള പവർ അസേർഷൻ ആയിരുന്നു ഈ ഹാമിൻ്റെ ഉദ്ദേശം. നോഹിൻ്റെ മകനായ ഹാമിൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള ബൈബിൾ ഭാഗങ്ങൾ ഓരോ വരിയും പെറുക്കി നിങ്ങൾ വായിച്ചോളൂ. ഇങ്ങനെ ഒരു കാര്യത്തിന് സൂചനയായി ഒരു വചനഭാഗവുമില്ല. ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ഈ കാര്യത്തിൽ. ബൈബിളിനെയും ക്രൈസ്തവ സഭയെയും അവഹേളിക്കാൻ പൈശാചികരായ ചില പ്രൊട്ടസ്റ്റന്റ് പണ്ഡിതർ ഇത്തരം കാര്യങ്ങൾ വിളമ്പിയിട്ടുണ്ട്. സങ്കല്പിക്കാൻ പോലും ആകാത്ത അറപ്പുളവാക്കുന്ന കാര്യങ്ങൾ പറഞ്ഞ് നിർവൃതിയടയുന്ന മനോരോഗികളെ പോലെയുള്ള അവർ പറഞ്ഞത് ആഗോളതലത്തിൽ പ്രശസ്തരായ സകല ബൈബിൾ പണ്ഡിതന്മാരും തള്ളിപ്പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ എഴുന്നള്ളിക്കേണ്ട എന്ത് കാര്യമാണ്? ഈ അച്ഛന് തികഞ്ഞ ദുർമാതൃകയാണ്. ഒരിക്കലും ആരും ഇത്തരം കാര്യങ്ങൾ പറയരുത്. മറ്റൊരു കാര്യം, ബൈബിൾ പഠിപ്പിക്കുമ്പോൾ പ്രസക്തമായ കാര്യങ്ങൾ, പ്രയോജനപ്രദമായ കാര്യങ്ങൾ പഠിപ്പിച്ചാൽ പോരെ? നമ്മുടെ കന്യാസ്ത്രീകൾ, നമ്മുടെ കാറ്റഗിസം അധ്യാപകരോ കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ കാണിക്കുന്ന ഒരു വിവേകം കാണിക്കണമായിരുന്നു. കേൾവിക്കാരുടെ ശ്രദ്ധയെ അധമ ചിന്തകളിലേക്ക് കൊണ്ടുപോകുന്ന രീതിയിൽ ആകാതിരിക്കാൻ വളരെ വിവേകപൂർവ്വം ശ്രദ്ധിക്കേണ്ടതാണ്. ആദത്തിനും അവയ്ക്കും 2 മക്കളുണ്ടായിരുന്നു, ആബേലും കായേലും മാത്രം എന്ന് പഠിച്ചിട്ടുള്ള ചിലർ അതിനപ്പുറത്തേക്കുള്ള മറ്റു മക്കളെക്കുറിച്ചോ ആ നാളുകളിൽ ഉണ്ടായിരുന്ന മറ്റ് ജനങ്ങളെക്കുറിച്ചോ അറിയാത്ത ചിലർ കള്ളുഷാപ്പിലൊക്കെ ഇരുന്ന് കഥ ചമയ്ക്കാറുണ്ട്. കായേന് എങ്ങനെയാണ് മക്കളുണ്ടായതെന്നും. അവരും രസകരമായ കാര്യങ്ങൾ അവതരിപ്പിച്ച് ആനന്ദിക്കുന്നത് ഈ അച്ഛൻ പറഞ്ഞതുപോലെയുള്ള ബന്ധത്തിലാണ് കായേന് മക്കളുണ്ടായതെന്നൊക്കെയാണ്. ഒരു പുസ്തകത്തിൽ വിഷയം വായിച്ചാൽ ഒറ്റയ്ക്കാണ് വായിക്കുന്നത്, ഒരു പത്രത്തിൽ വായിച്ചാലും വായിക്കുന്ന വ്യക്തി ഒറ്റയ്ക്കാണ്. കൊച്ചുകുട്ടികളടക്കം കുടുംബസമേതം ഇരിക്കുമ്പോൾ പൊതുവിഷയമായിട്ട് കേൾക്കുന്ന ബൈബിൾ പഠനത്തിലാണ് കേൾക്കാൻ കൊള്ളാത്ത ഈ കാര്യങ്ങൾ പറയുന്നത്. വളരെ പരിശുദ്ധമായ മാതൃപുത്ര സങ്കല്പങ്ങളെ വിഷലിപ്തമാക്കുന്ന, വളരെ പരിശുദ്ധമായ ചിന്തയോടെ മാത്രം സമീപിക്കുന്ന പ്രിയപ്പെട്ട വ്യക്തികളെ
ചീത്ത കണ്ണുകൊണ്ട് കാണാൻ പ്രേരിപ്പിക്കുന്ന രീതിയിൽ ഒരു പദപ്രയോഗങ്ങൾ പോലും വരാതെ ബൈബിൾ ക്ലാസ് എടുക്കുന്നവർ ശ്രദ്ധിക്കണ്ടേ? ബൈബിൾ ക്ലാസ്സോ വചനപ്രഘോഷണമല്ല, സർക്കാർ സ്കൂളിലെ അധ്യാപകർ പോലും, സാമാന്യം നല്ല നിലവാരം കീപ്പ് ചെയ്യുന്ന അധ്യാപകർ പോലും വളരെ ശ്രദ്ധാപൂർവ്വം വിവേകപൂർവ്വമല്ലേ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് അച്ഛനെ പറ്റിയ പരാജയം നിസ്സാരമായി അവഗണിക്കാൻ പാടില്ല. ഇത് ഞാൻ പറയാൻ കാരണം, ഇനിയും പല വചനപ്രഭാഷകരും ഇത് കേട്ടിട്ട് വലിയ നിധിയായി കരുതി വെച്ചുകൊണ്ട് രഹസ്യം റിവീൽ ചെയ്യാൻ ഇനിയും സമയം കളയരുത്. അത് വളരെ വികലമാണ്, വളരെ വിവരക്കേടാണ്, വളരെ മ്ലേച്ഛമാണ്. അങ്ങനെ അവതരിപ്പിക്കരുത് എന്ന് വചനപ്രസംഗകരോട് ഒന്ന് സൂചിപ്പിക്കാൻ കൂടിയാണ് ഈ വിഷയം ഒരു വീഡിയോ ആക്കുന്നത്. അത്ര ദുർമാതൃകയാണത്. ആരും ഇത് ആവർത്തിക്കരുത്. ഈ ഒരു ക്ലാസ്സിന് ശേഷം അച്ഛൻ്റെ ബൈബിൾ പഠനം ഉപേക്ഷിച്ചു പോയ നൂറുകണക്കിന് ആൾക്കാരുണ്ട്. എൻ്റെ അറിവിൽ തന്നെ നൂറുകണക്കിന് ആൾക്കാരുണ്ട്. ആയിരക്കണക്കിന് കുട്ടികളടക്കം അച്ഛൻ്റെ ക്ലാസ് കൂടുന്നുണ്ട് എന്നുള്ള തിരിച്ചറിവ് വേണമായിരുന്നു. ഈ ക്ലാസ്സിന് വേണ്ടി TV ഫോൺ ഓൺ ചെയ്ത് കൊടുത്ത് അമ്മയെ ഈ ക്ലാസ്സിന് ശേഷം കാണുമ്പോൾ ആ കുട്ടിയുടെ ചിന്ത മാറി മറിഞ്ഞു പോവില്ലേ? ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിനും വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, സോഷ്യൽ മീഡിയയിലാണ് ഈ ക്ലാസ് നടക്കുന്നത്. ഒരു ധ്യാന കേന്ദ്രത്തിലെ പള്ളികളിലുള്ള ക്ലാസ്സിനിടയ്ക്കാണ് ഇത് പറഞ്ഞതെങ്കിൽ 500, 1000, 10,000 പേര് കേട്ടാൽ അത് തീർന്നു, അവിടെ കൊണ്ട് തീർന്നോളൂ. ഇതങ്ങനെയല്ല. ഇത് പതിറ്റാണ്ടുകളോളം ഇനി വീഡിയോ വഴി കേട്ടുകൊണ്ടിരിക്കും, ലക്ഷക്കണക്കിന് ആൾക്കാർ കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എത്രയോ ദൂരവ്യാപകമായ ദുർഫലമുണ്ടാക്കുന്നു ഇത്. അതിലും വളരെ ഗൗരവമേറിയ വിഷയം ഇതാണ്. നമുക്ക് ഈ അടുത്ത കാലങ്ങളിലൊക്കെ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്, മറ്റു ചില മതത്തിലെ ഗ്രന്ഥങ്ങളിൽ ഒത്തിരിയേറെ വൾഗറായ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നു, വളരെ വൃത്തികെട്ട കാര്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നു, മൃഗഭോഗവും ശവഭോഗവും ഉൾപ്പെടെ എന്തൊക്കെയോ ഒത്തിരിയേറെ വൃത്തികെട്ട കാര്യങ്ങളൊക്കെ അവരുടെ മതത്തിൽ അവർ അനുവദിക്കുന്നു എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, കേൾക്കാറുണ്ട്. ബൈബിളിനെക്കുറിച്ച് വളരെ നന്മയിൽ മാത്രമുള്ള കേൾവിയാണ് പൊതുവെ സമൂഹത്തിലുള്ളത്. ബൈബിളിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പരാമർശിക്കുന്നത് എന്ന് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടാൽ ഇതൊക്കെ മാതൃകയാക്കാനാണ് പരാമർശിക്കപ്പെടുന്നതെന്നും ഇത്തരം കഥാപാത്രങ്ങളാണ് ബൈബിളിൽ ഉള്ളതെന്നും ബൈബിൾ ഒരു വൃത്തികെട്ട പുസ്തകമാണെന്നും മറ്റു മതക്കാരും ആരോപിക്കാൻ സാധ്യതയില്ലേ? മറ്റു മതഗ്രന്ഥങ്ങളിൽ കാണുന്നത് പോലെ അടയ്ക്കുന്ന വൃത്തികേടുകളാണ് ഇതിനകത്തുള്ളതും എന്ന് ക്രൈസ്തവർ പോലും ലജ്ജയോടെ ചിന്തിക്കില്ലേ? അങ്ങനെ ചിന്തിക്കാൻ ഇടവരാൻ പാടുണ്ടായിരുന്നു. നമ്മൾ പൊതുസമൂഹത്തിൽ എല്ലാവരും കാണുന്നതും കേൾക്കുന്നതുമായ കാര്യങ്ങളാണ് യൂട്യൂബിൽ വരുന്നത്, സോഷ്യൽ മീഡിയ വരുന്നത്. ഒരു ഗ്രൂപ്പിനോട് പ്രത്യേകം പറയുന്നതല്ല. ആ ഒരു ധാരണ നിലനിർത്തിക്കൊണ്ട് മാത്രമേ യൂട്യൂബ് പ്രസംഗങ്ങൾ ആരും ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആ നില നോക്കിയാലും വളരെ അവിവേകമായി പോയി എന്ന് ഞാൻ പറയുന്നത്. ഇത് മാത്രമല്ല, സഭയിൽ ഇതുപോലെ ഒത്തിരി വിവരക്കേട്, അശ്രദ്ധ, അവിവേകം പറ്റിയത് ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട്. 2014 ലോഗോസ് ക്വിസിൽ ഇതുപോലെ ലേവ്യരുടെ പുസ്തകത്തിലുമൊക്കെ ഉൾപ്പെടുന്ന സ്ത്രീകളിലെ ശുദ്ധി അശുദ്ധി വിഷയങ്ങളെക്കുറിച്ചുള്ള പാഠ്യഭാഗം ഉൾപ്പെടുത്തി. അത് എന്തിനിപ്പോൾ പഠിപ്പിക്കുന്നു? പ്രയോജനകരമല്ലാത്ത ആ കാര്യം എന്തിനിപ്പോൾ പഠിപ്പിക്കുന്നു? സ്ത്രീകളിലെ ശുദ്ധി അശുദ്ധി വിഷയങ്ങൾ നാം ഇപ്പോൾ കത്തോലിക്ക സഭയെ പഠിപ്പിക്കുന്നില്ല. അത് പാഠ്യ വിഷയമാക്കി പൊതുവെ ലോഗോസ് ക്വിസ് വരുമ്പോൾ, കാറ്റഗിസം ക്ലാസ്സിലൊക്കെ പൊതുവെ ചർച്ച വരുമ്പോൾ, കുട്ടികൾ വരികയും പോവുകയും ചെയ്യുമ്പോഴൊക്കെ ഇടവഴിയിലും പെരുവഴിയിലും ഒക്കെ വെച്ച് ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും മുതിർന്ന കുട്ടികൾ കൊച്ചു കുട്ടികളെ പലതും പറഞ്ഞ് പഠിപ്പിച്ച് തിയറിയൊക്കെ വിട്ട് പ്രാക്ടിക്കലിലേക്ക് പോകാൻ സാധ്യതയില്ലേ? ഇങ്ങനെയൊക്കെ വഷളാകുമെന്ന് അറിയാതെയാണോ ഈ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തത്? അതൊന്ന് മാറ്റിക്കിട്ടാൻ എത്രയോ ഞാൻ അപേക്ഷ കൊടുത്തു, പല മെത്രാന്മാർക്കും പരാതി കൊടുത്തു, പലരുടെയും പിറകെ പോയി. അന്ന് പാമ്പ്ലാനി പിതാവാണ് ആ വിഷയം വേണമെന്ന് നിർബന്ധം പിടിച്ചത്. പിതാവിൻ്റെ മറ്റച്ഛന്മാർ പോലും ഇതിനെക്കുറിച്ച് എതിർത്തപ്പോൾ അന്ന് പിതാവ് പറഞ്ഞത്, ബൈബിൾ ഒരു ഭാഗം അശുദ്ധിയും വേറൊരു ഭാഗം വിശുദ്ധിയും എന്നില്ല, ബൈബിൾ മൊത്തത്തിൽ വിശുദ്ധമാണ്, എല്ലാവരും പിള്ളേർ പഠിച്ച് വളരട്ടെ എന്ന്. പിതാവിൻ്റെ വിശദീകരണത്തോടെ അന്ന് ബൈബിൾ കമ്മീഷൻ ചെയർമാനായിരുന്ന സൂസേബാക്യം പിതാവ് വിഷയം ക്ലോസ് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇതിനെതിരെ പോരാടി ഞാൻ നിന്നു. ആ ലോഗോസ് ക്വിസ് മത്സരത്തിൽ ആ പാഠഭാഗങ്ങൾ ഒടുവിൽ ഒഴിവാക്കിച്ചു. ബെന്യാമിനത്രയായിട്ട് ബന്ധപ്പെട്ട് ബെന്യാമിനത്ര ക്ലീമിയസ് പിതാവിനെ വിളിച്ച്, ക്ലീമിയസ് പിതാവ് POS ഡയറക്ടറെ വിളിച്ച് പറഞ്ഞ് ആ പാഠഭാഗങ്ങൾ മൊത്തം ഒഴിവാക്കിച്ചു. ഇത് ലക്ഷക്കണക്കിന് ക്വസ്റ്റ്യൻ പേപ്പർ അവിടെ അച്ചടിപ്പിച്ച തുകയെല്ലാം നഷ്ടമാക്കിക്കൊണ്ട് വീണ്ടും ക്വസ്റ്റ്യൻ പേപ്പർ അച്ചടിച്ചിട്ടു ആ പാഠം ഒഴിവാക്കിച്ചു. എത്രയോ കഷ്ടപ്പെട്ട് ഒറ്റയ്ക്ക് പോരാടിയാണ് ഞാൻ പാമ്പ്ലാനി പിതാവിനെയും ഒപ്പം നിന്ന പല മെത്രാന്മാരെയും തോൽപ്പിച്ചുകൊണ്ട് ആ പാഠഭാഗം നീക്കം ചെയ്യിപ്പിച്ചത്. ഒരു പിതൃഹൃദയം ഇല്ലാത്തതുകൊണ്ട് പറ്റുന്ന അബദ്ധമാണിത്. ഒരു പിതൃഹൃദയമോ മാതൃഹൃദയമോ നമ്മുടെ അച്ഛന്മാർക്ക് ഇല്ല എന്നുള്ള തെളിവാണ് ഇതിങ്ങനെയൊക്കെ കാണുന്നത്. എല്ലാം പൊതുജനങ്ങൾ, അവരെല്ലാം പണ്ഡിതർ, ബാക്കിയെല്ലാം കേൾവിക്കാരായ പൊതുജനങ്ങൾ മാത്രം. പൊതുജനങ്ങളെ മാത്രമല്ല, നമുക്കൊരു പെങ്ങന്മാരുടെ സമൂഹമുണ്ട്, നമുക്കൊരു മക്കളുടെ സമൂഹമുണ്ട് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു പിതൃഹൃദയം അവർക്ക് വേണം. ചിലർക്ക് തോന്നാം ഇത് ദുഷ്പ്രേരണയാകുന്നില്ല, ഇതൊക്കെ ലൈംഗിക പഠനത്തിൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ്റെ ഭാഗമാണെന്ന്. എല്ലാവർക്കും ശൈശവം മുതലേ ചെറുപ്പം മുതലേ സെക്സ് എഡ്യൂക്കേഷൻ കിട്ടേണ്ടതാണ്, എന്നിലെ കുട്ടികൾ നന്നായി വളരുള്ളൂ എന്ന് ചിലർ പറയുന്നത്. ചെറുപ്പം മുതലേ ആവശ്യം വിശുദ്ധിയെക്കുറിച്ചുള്ള ക്ലാസ്സുകളാണ്, വിശുദ്ധിയെക്കുറിച്ച് വിവേകപൂർവമായ വാക്കുകൾ ഉപയോഗിച്ചുള്ള ക്ലാസ്സുകളാണ്. പ്രത്യേകിച്ച് അഭ്യസിക്കേണ്ട ഒരു വിദ്യയായി ലൈംഗിക വിദ്യയെ കണ്ട് അവതരിപ്പിക്കേണ്ട കാര്യമില്ല. തന്നെയല്ല, TV വാർത്തകളൊക്കെ നാം പൊതുവായി വീട്ടിൽ നിന്ന് കേൾക്കുന്നത് പോലെ ഇത്തരം കാര്യങ്ങളെ പൊതുവായി കേൾക്കാൻ ഇടയായാൽ, അത് കുടുംബത്തിൽ ചർച്ച ചെയ്യുന്ന വിഷയമായാൽ നീചമായ അധമമായ നിലവാരത്തിലേക്കൊക്കെ താന്നു പോകാൻ സാധ്യതയുണ്ട്. പലരുടെയും ചിന്തകളും വാക്കുകളും പ്രവർത്തനങ്ങളുമൊക്കെ. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ കാലത്ത് ലോകത്ത് പലയിടത്തും ബ്രിട്ടീഷുകാർ ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്തിരുന്നു.
ഈ സായിപ്പന്മാർക്ക് പോകുന്ന കോളനികളിൽ പരമ്പരാഗതമായ രീതിയിൽ നന്മയും വിശുദ്ധിയും പാലിക്കുന്നവരെ സായിപ്പന്മാർക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നില്ല എന്ന പ്രശ്നം പരിഹരിക്കപ്പെടുന്നതിന് വേണ്ടി ലൈംഗിക വിദ്യാഭ്യാസം കൊടുത്തിരുന്നു. കാരണം പൊതുവെ സ്കൂളിൽ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുമ്പോൾ കുട്ടികൾ അത്തരം കാര്യങ്ങൾ പൊതു ചർച്ചയാവുകയും പൊതു ചർച്ച എന്നതിനാൽ തന്നെ അത് പിന്നെ വഴിതിരിഞ്ഞു പോവുകയും അതിനെക്കുറിച്ചുള്ള ചർച്ചകളും പിന്നെ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ വരികയും അവർ ആത്മീയമായി ധാർമ്മികമായി നശിച്ചു പോവുകയും ചെയ്യുമെന്നറിയാവുന്നതുകൊണ്ട് പ്രായമാകുന്ന മുറയ്ക്ക് അവർക്ക് ഉപയോഗിക്കാൻ കിട്ടുന്നതിന് വേണ്ടി ആണ് അവർ സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ടിരുന്നത്. തായ്വാൻ ഉൾപ്പെടെയുള്ള പല രാജ്യങ്ങളെയും കാമകേളികളുടെ രാജ്യങ്ങളായി തുണി ഉരിയിച്ചത് ഈ ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ നിഗൂഢ അജണ്ടയായിരുന്നു സെക്സ് എഡ്യൂക്കേഷൻ എന്ന നിഗൂഢ അജണ്ട. പൊതുവെ ഇത്തരം കാര്യങ്ങൾ മാതാപിതാക്കൾ ചേർന്ന രീതിയിൽ നമ്മുടെ കാറ്റഗിസം അധ്യാപകരോ കന്യാസ്ത്രീകളോ പഠിപ്പിക്കുന്ന രീതിയിലല്ലാത്ത മറ്റൊരു രീതിയിൽ അവതരിപ്പിച്ച് പക്വതയില്ലാത്തവർ വഷളാക്കാൻ പാടില്ലാത്തതാണ്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ വളരെ വിവേകപൂർവ്വം പക്വതാപൂർവ്വം കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടതാണ്. ഞാൻ പറയുന്ന വിഷയങ്ങളിൽ ഈ വീഡിയോയുടെ വിഷയത്തിൽ നിങ്ങൾക്ക് വിയോജിപ്പുണ്ടായിരിക്കാം. നിങ്ങൾ കമൻറ്റ് ചെയ്യണം, ഞാൻ എല്ലാത്തിനും മറുപടി തരാം. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടു തോന്നുമെങ്കിൽ ഇത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ.